വാരാന്ത്യത്തിലേക്ക് മാൻപേഷർക്ക് സ്വാഗതം. വാരത്തിലെ വാർത്തകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തി ഈ ആഴ്ചയിലെ വാരാന്ത്യം നിങ്ങൾക്കായി സമർപ്പിക്കും. ഒരു ജീവകാരുണ്യ പ്രസ്ഥാനത്തിനെതിരെ ജനങ്ങൾ സമരത്തിൽ. എന്താ ഇത് കേരളമല്ലേ? പാവങ്ങളെ സഹായിക്കുന്നത് ഒരു വശം, ജനങ്ങളെ ദ്രോഹിക്കുന്നത് മറുവശം. ഈ സമരത്തോടൊപ്പം വാരാന്ത്യമുണ്ട്. പത്തനാപുരം MLA ഇതിൽ ഇടപെടണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. MLA കേൾക്കുന്നുണ്ടോ ആവോ? പത്തനാപുരം ഗാന്ധിഭവനെതിരെ ജനകീയ പ്രക്ഷോഭവുമായി സമീപവാസികൾ. കല്ലടയാറ്റിൽ ഗാന്ധിഭവൻ അധികൃതർ മാലിന്യം തള്ളുകയും പ്ലാസ്റ്റിക് അടക്കമുള്ളവ ശരിയായ രീതിയിൽ സംസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ജനകീയ സമിതിയുടെ പ്രധാന ആരോപണം. ഗാന്ധിഭവനിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം പ്രദേശവാസികളുടെ കിണറുകളിലെ വെള്ളത്തിൽ കലർന്ന് വെള്ളം മലിനമാകുന്നു. ഈ വെള്ളം ഉപയോഗിക്കുന്നത് കാരണം മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ ഗാന്ധിഭവൻ അധികൃതർ നാട്ടുകാരുമായി ഉണ്ടാക്കിയ കരാർ പാലിക്കണമെന്നും സംയുക്ത സമിതി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ MLA ഇടപെടണമെന്നും ഗാന്ധിഭവനെതിരെ പോലീസിൽ പരാതി നൽകിയാൽ പരാതിക്കാരെ പ്രതികളാക്കുന്ന നിലപാടിൽ നിന്നും പത്തനാപുരം പോലീസ് മാറണമെന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CPI ജില്ലാ സെക്രട്ടറി M ജിയാസുദ്ദീൻ പറഞ്ഞു. ഈ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള പൊതുപ്രവർത്തകരോ ജനപ്രതിനിധികളോ ഗാന്ധിഭവൻ പോലെയുള്ള ഒരു സ്ഥാപനത്തെ തകർക്കാൻ കഴിയുന്ന, ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അത്ര കരുത്ത് ആർജിച്ചവരുമല്ല എന്ന അറിവ് ഞങ്ങൾക്കുണ്ട്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കല്ലടയാറ്റിൽ മാലിന്യം ഒഴുക്കരുത് എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല എന്ന് പറയാൻ ആർക്കാണ് കഴിയുന്നത്? ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ പദവി വഹിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന മഹാമനുഷ്യന്റെ പാദസ്പർശനം കൊണ്ട് പവിത്രമാക്കപ്പെട്ട ഗാന്ധിഭവനും അതിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് സോമരായൻ സാറിന് കല്ലടയാറ്റിലേക്ക് മാലിന്യം ഒഴിക്കുന്നത് ന്യായമാണ് എന്ന് പറയാൻ കഴിയുമോ? ഗാന്ധിഭവൻ ഈ പ്രദേശത്തെ ആർക്കെങ്കിലുമെതിരെ കേസ് കൊടുത്താൽ വളരെ പെട്ടെന്ന് അവരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് അത്തരം സംവിധാനം ഉപേക്ഷിക്കണം. പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സമൂഹത്തോട് അങ്ങനെ ഈ രാജ്യത്തെ നിയമം സംരക്ഷിക്കാൻ, എല്ലാവരോടും തുല്യനീതി ഉറപ്പുവരുത്താൻ ബാധ്യതപ്പെട്ട പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗാന്ധിഭവൻ പോലെയുള്ള ഉന്നതമായ ഒരു സ്ഥാപനവുമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ മുന്നോട്ട് വരണം. അത് വാർഡ് മെമ്പറോ മുൻ വാർഡ് മെമ്പർമാരോ ഒന്നും പോയാൽ ആ ചർച്ച നടക്കത്തില്ല. MLA ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര ഉന്നതമായ സ്ഥാപനമാണെങ്കിലും ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ ഓടിയെത്തി അതിലെ ന്യായാന്യങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് ഒന്നാമത് നിൽക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ MLA ആണ്. അതുകൊണ്ട് MLA ഈ വിഷയത്തിൽ ഇപ്പോൾ തുടർന്നു വരുന്ന നിസ്സംഗത അവസാനിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ഗാന്ധിഭവനുമായി ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാൻ ആവശ്യമായ തരത്തിലേക്ക് മുന്നോട്ട് വരണം. ഗാന്ധിഭവനുമായി ചർച്ചയ്ക്ക് പോയാൽ ധിക്കാര സ്വഭാവത്തോടു കൂടിയുള്ള സമീപനമാണ് ഗാന്ധിഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് യോഗത്തിൽ സംസാരിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ ആരോപിച്ചു. വളരെ സന്തോഷവും കൃതാർത്ഥതയോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ മൈക്കിന്റെ മുൻപിൽ നിൽക്കുന്നത്. ആദ്യ സമയത്ത് ഞങ്ങളുടെ സമരം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. കാരണം ഏത് ഭാഗത്ത് പോയി ഞങ്ങൾ ആരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും ഗാന്ധിഭവനെതിരെയുള്ള നിങ്ങളുടെ സമരങ്ങൾ ഒരു തരത്തിലും വിജയിക്കില്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ ഒരു പരിഹാസവും കളിയാക്കലുമാണ് ഞങ്ങൾക്ക് നാനാഭാഗത്തു നിന്നും കിട്ടിയത്. എന്നാൽ 5 മാസത്തോളമായി ഇതിന്റെ സമരപരിപാടികളുമായി മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ന് ഇതുപോലൊരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും അതുപോലെ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരും ഞങ്ങൾക്ക് നേതൃത്വം തരുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് അങ്ങേയറ്റം കൃതാർത്ഥതയുണ്ട്. ജോളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വിജയൻ പിള്ള അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ SM ഷെരീഫ്, ബ്ലോക്ക് മെമ്പർ മിനി ഷാജഹാൻ, U നൌഷാദ് എന്നിവർ സംസാരിച്ചു.
കിട്ടാൻ ജനങ്ങൾ ഒന്നടങ്കം സമരം ചെയ്തു. ഒടുവിൽ കുന്നിക്കോട് SI ഇത് തുറക്കില്ലെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകി. ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ എന്തിന് രാഷ്ട്രീയം എന്നീ വിജയം നമ്മെ പഠിപ്പിക്കുന്നു. പ്രദേശവാസികളെ കബളിപ്പിച്ചുകൊണ്ട് തലവൂർ പഞ്ചായത്തിലെ മഞ്ഞക്കാല ചെമ്മണയിൽ ആരംഭിച്ച മദ്യവിൽപ്പനശാല സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പൂട്ടിപ്പിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധികൃതർ ബിവറേജ് ഔട്ട്ലെറ്റ് തുറന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ മഞ്ഞക്കാലയിൽ കുടിയന്മാർ അഴിഞ്ഞാടി. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വഴി നടത്താത്ത രീതിയിൽ കുടിയന്മാർ തങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുത്തു. നൂറുകണക്കിന് വീടുകളും 2 അമ്പലങ്ങളും അംഗൻവാടിയും സ്കൂളുകളും അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ബിവറേജ് പ്രവർത്തിച്ചത്. വളരെ സമാധാന അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ ആരും അറിയാതെ ഏകദേശം ഒരു 10 മണിയായപ്പോഴേക്കും ബിവറേജിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങുകയും മാത്രമല്ല ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇതൊരു വളരെ ഇടുങ്ങിയ റോഡാണ്. ഇന്നലെ ഒരു വഴിയാത്രക്കാരന് പോലും ഇതിലേക്കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ. മാത്രമല്ല ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു നഴ്സറി സ്കൂള്, വടക്ക് ഭാഗത്തായിട്ട് പ്രൈമറി സ്കൂള്, ആ 2 ഭാഗത്തേക്കുമുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ ഇന്നലെ ഉണ്ടായി. മാത്രമല്ല രക്ഷകർത്താക്കള് ഈ മദ്യശാല കിടക്കുന്നതുകൊണ്ട് കുട്ടികളെ പ്രൈമറി സ്കൂളിലേക്ക് വിടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്കൂൾ പൂട്ടും. ആ സ്കൂൾ പൂട്ടുന്നത് വഴി നിരവധി അവിടുത്തെ അധ്യാപകരായിട്ടുള്ളവരുടെ ജോലി പോവുകയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കറിയാം ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ പീഡനങ്ങളെ അല്ലെങ്കിൽ മോഷണങ്ങളെ പിടിച്ചുപറി ഇതിന്റെ എല്ലാം പിറകിലെ ഒരു ചരിത്രങ്ങൾ നോക്കുന്ന സമയത്ത് ഇതെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും ആണ് അവസാനം ചെന്ന് നിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഈ പ്രദേശത്ത് സൃഷ്ടിക്കുന്നതുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശത്തേക്ക് വരുന്നത് നിരവധി ദൂരെ നിന്നുള്ള ആൾക്കാർ ഈ പ്രദേശത്തേക്ക് മദ്യം വാങ്ങിക്കാൻ വരും. അപ്പോൾ പല സ്വഭാവക്കാരാണ്. ഇവിടെ പീഡനങ്ങളും മോഷണങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെ സംഘടിതമായിട്ട് ഒറ്റ ആവശ്യം മാത്രമാണുള്ളത്. ഈ മദ്യശാല ഇവിടെ നടത്താൻ അനുവദിക്കത്തില്ല. ഇത് കൂടുന്നവരെയുള്ള മുഴുവൻ സമര പരിപാടികളും ഇവിടെ നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ബിവറേജ് ഔട്ട്ലെറ്റ് തലവൂർ മണ്ഡലത്തിൽ വരുവാൻ യാതൊരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കും. പരമ്പറ്റ ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് വന്നിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്നത്തെ ജനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ ഒരു പ്രശ്നമേ അല്ല. എല്ലാ രാഷ്ട്രീയക്കാരും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന ഒരു പ്രതിഷേധ യോഗമാണ്. ഇവിടെ ഇന്നലെ ഒരു ഔട്ട്ലെറ്റ് വരികയും ഈ ഔട്ട്ലെറ്റ് ഒരു രാത്രി കൊണ്ട് തുറന്ന് പ്രവർത്തിക്കുകയും അത് ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള സമൂഹത്തിനും ഏറ്റവും അധികം പ്രതിഷേധവും അതിനൊക്കുപരിയായിട്ട് ഇവിടെ മദ്യപാന്മാർ അഴിഞ്ഞാടുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉണ്ടായത്. രാവിലെയും വൈകുന്നേരവുമായി പെൺകുട്ടികളടക്കം ട്യൂഷന് പോകുന്നത് ഇതുവഴിയാണ്. ആണുങ്ങൾ ഇല്ലാത്ത വീടുകളിലെ മുൻഭാഗവും സമീപത്തെ തോട്ടവുമാണ് ഇവിടെ മദ്യം വാങ്ങാൻ എത്തുന്നവർ വിശ്രമത്തിനായി കണ്ടെത്തിയിരുന്നത്. ദേഹത്തില്ല അതേ രീതിയിൽ ആ ചന്തയും ചൊറിഞ്ഞും കൊണ്ട് വരുന്ന ആ തുടക്കൊക്കെ കയ്യും അടിച്ചും കൊണ്ട് ആഹ്ലാദിച്ച് വരുന്നതെന്ന് മേടിക്കാൻ വരുന്നത്. എന്നിട്ട് ഞങ്ങളെല്ലാം ഇവിടെ വന്ന് നിന്നതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കാത്ത രീതിയിലുള്ള ആൾക്കാരുടെ ഇതായിരുന്നു. വയലിലോട്ടൊന്ന് പോകാൻ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല. എന്നിട്ട് പിള്ളേരെയും കൊണ്ട് ഉച്ചയ്ക്ക് വണ്ടിയിൽ പള്ളിക്കൂടത്തിന് സാർമാരിഞ്ഞോട്ട് കൊച്ചുങ്ങളെയും കൊണ്ട് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഈ സൈഡിലിരുന്ന ആളുകൾ മൊത്തം മൂത്രം വയ്ക്കുന്നു. ഈ സൈഡിൽ പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. വൈകിട്ട് പള്ളിക്കൂടം വിട്ട് പിള്ളേരെ കൊണ്ടുപോകാനും ഇന്നലെ ട്യൂഷൻ ഒരു പിള്ളേരെ വിട്ടിട്ടില്ല. 10ലും ഡിഗ്രിക്കും പഠിക്കുന്ന പിള്ളേരെ ഇവിടെ ഒറ്റ പിള്ളേരെ ഇന്നലെ ട്യൂഷൻ അങ്ങനെ അതും 14-15 വയസ്സുള്ള പെൺപിള്ളേരെയൊക്കെ ഇന്നലെ രാത്രി 9 മണിക്ക് 10 മണിക്ക് ഇവിടെ വിളിക്കാൻ പോകുന്നത് ട്യൂഷൻ അതുപോലും വിടാൻ പറ്റാത്ത മദ്യം കൊണ്ടുവന്ന് ഇറക്കിയത്. ഞങ്ങൾ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം എല്ലാവരും ഞാൻ അറിയിച്ച ഞാൻ കൊല്ലത്ത് ക്ഷേമനിധി ഓഫീസിൽ പോയിരുന്നതാണ്. ഇവിടെ ഇത് നടക്കത്തില്ല. ഞാനും 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴിയില്ല. ഭർത്താവ് പോലും ഇല്ല. അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് വേണ്ടാന്നുള്ളത് ഞങ്ങളുടെ അഭിപ്രായങ്ങളും സഹകരണങ്ങളും. മരണം വരെ ഞങ്ങൾക്ക് ഇത് വേണ്ട. നമ്മുടെ വീട്ടിൽ മദ്യപിക്കുന്നില്ല. നാളെ കാലത്ത് വണ്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ മറ്റേ രീതിയിൽ ആക്ഷേപങ്ങളെ കഴിക്കുന്നത്. അതിന്റെ ആവശ്യങ്ങൾ ഞങ്ങൾക്കില്ല. അത് നിർത്തുക. ആക്ഷൻ കൊടുത്തതിന്റെ തെറ്റാ. ഈ മദ്യപാനം പാവം പിടിച്ച കുടുംബങ്ങളിലെ ഒരു ദിവസം കിട്ടുന്ന ശമ്പളം കൊണ്ട് 13-14 കൊണ്ട് കുടിച്ച് കൂത്താടി ഒന്നാമത് നടത്തുന്നുണ്ട്. അതിലൂടെ എന്റെ വീട് ഇവിടെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്
നിന്നു. ഇപ്പുറത്തെ ആ കുട്ടി പറഞ്ഞു ഇവിടെ എന്താണ് അവരുടെ മുമ്പിൽ നിന്ന് മൂത്രം ഒഴിച്ചു. ആ തെറ്റില്ലയോ? എല്ലാവരുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും മക്കളും എല്ലാവരും ഉള്ളവരാ. ഇതിന്റെ നടുക്കൊരു മദ്യഷോപ്പ്, ഇത് ശരിയാണോ? ഞങ്ങളെയും കൊണ്ടുകൂടെ ഉൾപ്പെടെ പ്രതിജ്ഞ എടുപ്പിച്ചതാ ഈ പൊതുവിദ്യാലയം സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അതേ സർക്കാർ തന്നെ പൊതുവിദ്യാലയത്തെ നശിപ്പിക്കാൻ നോക്കുക. എനിക്കിത് പൊതുവിദ്യാലയത്തിന് ഏറ്റവും ഒരു ക്യാൻസർ രോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇഞ്ചിഞ്ചായിട്ട് പൊതുവിദ്യാലയത്തെ നശിപ്പിക്കാൻ നോക്കുക. ഇവിടെ ഇത് നടന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ പോലും അടുത്ത അധ്യയന വർഷത്തിൽ ഈ സ്കൂളിലേക്ക് കിട്ടത്തില്ല. ഞങ്ങളുടെ എത്ര വർഷം കൊണ്ടുള്ള പരിശ്രമമാണെന്നറിയോ? സഹിക്കുമോ? അത് ഇത്ര വർഷം കൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്ത വർഷം ആരെങ്കിലും ഒരാൾ ഈ നിൽക്കുന്ന കൂട്ടത്തിൽ പോലെ ഒരാൾ ചേർക്കുമോ കുഞ്ഞിനെ? ഇവിടെ കുടിച്ചു കൂത്താടുന്ന ഇടയ്ക്കോട്ട് കുഞ്ഞിനെ വിടുവോ? ഒരു ദിവസം കൊണ്ട് പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന പ്രവൃത്തിയാണ് മദ്യം വാങ്ങാൻ എത്തിയവർ സൃഷ്ടിച്ചത്. സംഘടിച്ചെത്തിയ നാട്ടുകാർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ തന്നെ ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം വലയം തീർത്തുകൊണ്ട് തുറക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകളാണ് ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ രംഗത്തെത്തിയത്. കുന്നിക്കോട് പോലീസ് സബ് ഇൻസ്പെക്ടർ അശോകൻ സമരസമിതി അംഗങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യത്തിൽ നാട്ടുകാർ ഒന്നടങ്കം ഉറച്ചു നിന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബിനു വർഗീസ് താൽക്കാലികമായി ഔട്ട്ലെറ്റ് തുറക്കില്ല എന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകി. എന്നാൽ പൂർണ്ണമായും ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം നിർത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി പ്രവർത്തകർ അറിയിച്ചു. ഒരു ഭാഗത്ത് സമരം കൊഴുത്തപ്പോൾ മറുഭാഗത്ത് പ്രതീക്ഷയോടെ പണവുമായി നിൽക്കുന്ന മുഖങ്ങളെയും ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞു. ഒരു മുന്നറിയിപ്പാണ് ഈ 13-കാരന്റെ അനുഭവം. പിതാവിനൊപ്പം യാത്ര ചെയ്ത ഈ ബാലൻ ഇന്ന് വികലാംഗനാണ്. ഓടിച്ചാടി കളിക്കേണ്ട പ്രായത്തിൽ അനുഭവിക്കുന്ന ദുഃഖം വാരാന്ത്യത്തിന് കാണാതെ പോകുവാൻ കഴിയില്ല. സ്വാതന്ത്ര്യത്തിന്റെ ചിറക് വിരിച്ച് കാരുണ്യത്തിന്റെ കരങ്ങളുമായി കൊല്ലം പ്രവാസി അസോസിയേഷൻ 3 മാസങ്ങൾക്ക് മുമ്പ് പത്തനാപുരം പള്ളിമുക്കിൽ വാഹനാപകടത്തിൽ കാൽ നഷ്ടമായ തൻസീറിന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് മനുഷ്യസ്നേഹത്തിന്റെ മറ്റൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊല്ലം പ്രവാസി അസോസിയേഷൻ. പ്രവാസി അസോസിയേഷൻ പ്രവർത്തകർ അപകടത്തിൽപ്പെട്ട തൻസീറിന്റെ വീട് സന്ദർശിക്കുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ് തൻസീറും പിതാവ് കമറുദ്ദീനും സഞ്ചരിച്ച സ്കൂട്ടർ പള്ളിമുക്ക് ചിലവന്നൂർ വയലിന് സമീപമുള്ള വളവിൽ സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ഈ അപകടത്തിൽ തൻസീറിന്റെ വലത് കാൽ നഷ്ടമായി. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തൻസീറിന് 6 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടി വന്നത്. ഉദാരമതികളായ ആളുകൾ നൽകിയ തുക ഉപയോഗിച്ചാണ് ഇതുവരെയ്ക്കും തൻസീറിന്റെ ചികിത്സ നടന്നത്. കൃത്രിമകാൽ വെച്ചുപിടിപ്പിക്കണമെങ്കിൽ 6 ലക്ഷം രൂപ വേണമെന്നാണ് ആശുപത്രി അധികൃതർ തൻസീറിന്റെ കുടുംബത്തെ അറിയിച്ചത്. നടുക്കുന്ന വാർഡ് മെമ്പർ ഷെയ്ഖ് വരീദിന്റെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നവാസ് ഖാൻ പത്തനാപുരം 75,000 രൂപയുടെ ചെക്കാണ് തൻസീറിന്റെ കുടുംബത്തിന് നൽകിയത്. ജില്ലാ പ്രവാസി അസോസിയേഷൻ റിയാദിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും ലക്ഷ്യം. അത് സൗദി അറേബ്യയിലുള്ളതായാലും പുറത്തുള്ളതായാലും അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇതിന് മുമ്പ് തന്നെ ഒരു 3,85,000 രൂപ കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നപ്പം 6 ക്യാൻസർ പേഷ്യൻ്റ് ഞങ്ങൾ കൊടുത്തിരുന്നു. ഇപ്രാവശ്യം ഇദ്ദേഹത്തിനാണ്, ഈ കൊച്ചുകുഞ്ഞിനാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കൊടുക്കാൻ ഞങ്ങൾ വന്നതാണ്. അതിൻ്റെ ഭാരവാഹികളാണ്, ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ആർത്തിയിലെ അബ്ദുസലാം ആർത്തിയിൽ. ഇതിൻ്റെ ഞങ്ങളുടെ സെക്രട്ടറിയാണ് മിസ്റ്റർ സുലൈമാൻ എടത്തറ. ഞങ്ങളുടെ ഒരു കൺവീനറാണ് റിയാസ് പുനലൂര്. ഞങ്ങളുടെ പഴയ നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇപ്പം നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം സ്റ്റിൽ ഇതിൻ്റെ പ്രവർത്തനമാണ്. RK രാധാകൃഷ്ണൻ കൊട്ടാരക്കര. ഞാൻ നവാസ് ഖാൻ പത്തനാപുരം എൻ്റെ പേര്. ഞാനിവിടെ പള്ളിമുക്കിലുള്ളതാണ്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ തുക, ഞങ്ങൾ കൊണ്ടുവന്ന ഈ തുക ഇവരെ കൈമാറുകയാണ്. കൊല്ലം ജില്ലയിലെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ജില്ലാ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളെ ആദ്യമായി ആത്മാർത്ഥമായി മനസ്സാക്ഷി നടത്തി അഭിനന്ദിക്കുക. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തൻസീർ എന്ന ഈ കുഞ്ഞ് കാല് നഷ്ടപ്പെട്ട് ഈ ഭവനത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. ഹോസ്പിറ്റലിൽ തന്നെ ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ ഇറങ്ങി വരുന്നതിന് ചിലവായിട്ടുണ്ട്. സർവശക്തനായ ജഗദീശൻ്റെ സഹായത്തോടു കൂടി ഇന്ന് വരെ അതെല്ലാം എങ്ങനെ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ആരും പറയാതെ തന്നെ സ്വമനസാലെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ കുഞ്ഞിനെ സഹായിക്കുവാൻ ആത്മാർത്ഥത കാണിച്ച
അവരാഗ്രഹം പ്രകടിപ്പിച്ച് ഇവിടെ എത്തിയ ഈ ഭാരവാഹികളെ എല്ലാവരും പേരെടുത്തു. പ്രവാസി അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അബ്ദുസലാം, സുലൈമാൻ, കൺവീനർ റിയാസ് പുനലൂർ, സെക്രട്ടറി രാധാകൃഷ്ണൻ കൊട്ടാരക്കര തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. പുന്നലെ അമ്മൂമ്മ കൊട്ടാരത്തിൽ നടന്ന പരിഹാര ക്രിയകൾ ഒന്ന് കണ്ടാലോ? നാനാജാതി മതത്തിലുള്ളവരും ഇവിടെ എത്താറുണ്ട്. ബ്രാഹ്മണ സ്ത്രീയായിരുന്ന അമ്മൂമ്മ നാടും വീടും വിട്ട് പുന്നലയിലെത്തി എന്നാണ് ഐതിഹ്യം. 8 മലകളുടെ അധിപതിയായി വാഴുന്ന പുന്നല അമ്മൂമ്മയുടെ കൊട്ടാരത്തിലെ അഷ്ടമംഗല ദേവപ്രശ്നം ക്ഷേത്രം തന്ത്രിയുടെ അനുവാദത്തോടെ ഉത്തമ ജ്യോതിഷ പണ്ഡിതനെ കൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെടുകയുണ്ടായി. ദേവപ്രശ്ന വിധിപ്രകാരം പരിഹാര ക്രിയകൾ നിർദ്ദേശിച്ചു. ഇതിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ 3 ദിവസം നീണ്ടുനിൽക്കുന്ന പരിഹാര ക്രിയകൾ നടന്നു വന്നിരുന്നു. പത്തനാപുരത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ പുന്നല മുമ്മൂലിൽ സ്ഥിതി ചെയ്യുന്ന അമ്മൂമ്മ കൊട്ടാരം ചരിത്ര താളുകളിൽ ഇടം പിടിച്ചിരുന്നു. വിദൂര ദേശങ്ങളിൽ നിന്നുപോലും നാനാജാതി ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. 8 മലകളുടെ അധിപതിയായി അമ്മൂമ്മ വാഴുന്നു എന്നാണ് വിശ്വാസം. ബ്രാഹ്മണ സ്ത്രീയായ അമ്മൂമ്മ നാടും വീടും ഉപേക്ഷിച്ച് പുന്നലയുടെ മണ്ണിൽ വന്ന് കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം. ഇവിടെ വെറ്റില, വിത്ത് എന്നിവയാണ് പ്രധാന നിവേദ്യം. ഇവയെ കൂടാതെ പട്ട്, മണി, മറ്റു ക്ഷേത്ര വഴിപാടുകൾ എന്നിവയും നടന്നുവരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും പ്രഭാത ലഘുഭക്ഷണം, മലയാള മാസം 1-ാം തീയതി പ്രത്യേക ഗണപതി ഹോമം എന്നിവയും തുടർച്ചയായി നടന്നുവരുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് കൊട്ടാരം തന്ത്രി എൻ നവനീതകൃഷ്ണൻ പറ്റി മുഖ്യ നേതൃത്വം നൽകി. തളരാത്ത മനസ്സുമായി ഒരു വയോവൃദ്ധ ഇടുപ്പെല്ലിന് ഓപ്പറേഷൻ നടത്തി ഈ അമ്മൂമ്മ സുഖം പ്രാപിച്ചു. ഈ പ്രായത്തിൽ ഈ അമ്മൂമ്മയ്ക്ക് ഓപ്പറേഷൻ നടത്താൻ ഈ ഡോക്ടർ സന്നദ്ധനായി. ഈ അത്ഭുത വാർത്ത നമുക്ക് കണ്ടു നോക്കാം. റോഡ് അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാഹിതങ്ങൾക്ക് ഉടനടി ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ RG ഹോസ്പിറ്റലിന്റെ പുതിയ മന്ദിരം പത്തനാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ ഓർത്തോ വിഭാഗത്തിൽ ഡോക്ടർ നിതിൻ സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ നിതിനെ കൂടാതെ പല വിഭാഗങ്ങളിലായി നിരവധി ഡോക്ടർമാരും നഴ്സുമാരും ഇവിടെ ജോലി നോക്കുന്നു. അസ്ഥിരോഗ ചികിത്സാ രംഗത്ത് വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ നിതിൻ ഒടുവിലായി വാഹന അപകടത്തിൽ ഇടുപ്പല് തകർന്ന 106 വയസ്സുള്ള പുനലൂർ ഭരണിക്കാവ് കൊച്ചുതുണ്ടിൽ വീട്ടിൽ ഗൗരിയമ്മയെ വിദഗ്ധമായ ശസ്ത്രക്രിയയിലൂടെ രക്ഷപ്പെടുത്തി. എന്റെ പേര് ഗൗരിയമ്മ, 106 കഴിഞ്ഞു. 106 വയസ്സ്. ഇതൊന്ന് വണ്ടി ഇടിച്ചതാ. എവിടെ വെച്ച്? ആട്ടോ. എൻ്റെ വീട്ടിലോട്ട് കയറാൻ പോയപ്പോൾ ആട്ടോ മേളിലാണ്. ഞാൻ ആട്ടോയിൽ ഇറങ്ങിയ ഉടനെ അവനിങ്ങനെ മേളിൽ നിന്ന് വിട്ടുകൊണ്ട് വന്നപ്പോൾ ഒരൊറ്റ തട്ട് ഞാൻ സ്ലാബിൻ്റെ അകത്തോട് അങ്ങോട്ട് കയറാൻ കയറിയവർ അപ്പോൾ കുഴിയിലോട്ട് വീണില്ല. അത്രയും ഒരു ഭാഗ്യം ഉണ്ടായുള്ളൂ. ഇന്നത്തെ 5 ദിവസമായി. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറവുണ്ടോ? ഈ കാലിന് പോരാ. സാറ് വിചാരിച്ചാണ് നടുവിൻ്റെ ഒക്കെ കുറഞ്ഞു, ഈ കാലിൻ്റെ കുറഞ്ഞു. ഒരാഴ്ച കൊണ്ട് ഈ വയോവൃദ്ധയ്ക്ക് നടക്കുന്നതിന് സാധിച്ചു. ഇടുപ്പല് തകർന്ന ഭാഗത്ത് ആർട്ടിഫിഷ്യലായി ചലിക്കുന്ന എല്ലുകൾ വെച്ചുപിടിപ്പിച്ചുള്ള ശസ്ത്രക്രിയയാണ് നടത്തിയെന്ന് ഡോക്ടർ നിതിൻ പറയുന്നു. നമ്മുടെ ഈ ആശുപത്രിയിൽ ഈ മാസം 13-ാം തീയതി വ്യാഴാഴ്ച 106 വയസ്സുള്ള ഒരമ്മ റോഡപകടം സംഭവിച്ച് വീണ് വരികയുണ്ടായി. അമ്മയ്ക്ക് ഇടത്തെ ഇടുപ്പിന് കഠിനമായ വേദനയും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയും എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഇടുപ്പെല്ലിന് ഒടിവുണ്ടാകുന്നതായും കണ്ടിരുന്നു. അമ്മയുടെ പ്രായാധിക്യം മൂലം അമ്മയ്ക്കുള്ള ചികിത്സാ രീതികളെക്കുറിച്ചും ചികിത്സ ചെയ്താലുണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ഓപ്പറേഷൻ തിയേറ്ററിൽ മരണം വരെ സംഭവിച്ചേക്കാമെന്നുള്ള കാര്യങ്ങളും അമ്മയോടും അമ്മയുടെ മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവർ ഓപ്പറേഷൻ ചെയ്യാം എന്ന് തീരുമാനിക്കുകയും അതിനെ തുടർന്ന് 14-ാം തീയതി വെള്ളിയാഴ്ച അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുകയും ഓപ്പറേഷന് ശേഷം അമ്മ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. ഞായറാഴ്ച മുതൽ അമ്മ നടക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾക്കിതിൽ നിന്ന് ഒരു ടേക്ക് അവേ ലെസൺ എന്ന് പറയുന്നത് പ്രായം ഒന്നിനും ഒരു തടസ്സമാകുന്നില്ല. ജില്ലയിലെ മറ്റ് പല ആശുപത്രികളിലും ഡോക്ടർ നിതിന്റെ സേവനം ലഭിക്കുന്നുണ്ട്. മോശമായ സ്ഥലമായി ചിലർ കുന്നിക്കോടിനെ മാറ്റുന്നു. ഒരു മെമ്പർ സ്ത്രീയെ വീട് കയറി ആക്രമിച്ചതും കാറ് തകർത്തതും എല്ലാം ഈ പ്രദേശത്താണ്. മത്സ്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കുന്നിക്കോട് ജംഗ്ഷനിൽ നിരവധി മാസങ്ങളായി തർക്കങ്ങൾ നിലനിൽക്കുന്നു.
എന്നാൽ ഇതിന് പരിഹാരമായി മത്സ്യവ്യാപാരികൾക്ക് വേണ്ട സൗകര്യം ചെയ്തു നൽകാമെന്ന് പഞ്ചായത്ത് അധികാരികൾ ഉറപ്പു നൽകിയിരുന്നു. നിലവിൽ മത്സ്യ മാർക്കറ്റിന് കണ്ടെത്തിയ സ്ഥലം പോലീസ് സ്റ്റേഷന് പുറകിലായുള്ള ഒഴിഞ്ഞ ഭാഗത്താണ്. എന്നാൽ വാഹനയാത്രികരുടെ കച്ചവടം ലഭിക്കാത്തതിനാൽ വ്യാപാരികൾ റോഡ് വക്കിൽ KMK ആശുപത്രിക്ക് സമീപത്തായി വ്യാപാരം നടത്തി വന്നിരുന്നതാണ് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമായത്. എന്നാൽ പിന്നീട് ഒരു കച്ചവടക്കാരന് മാത്രം പഞ്ചായത്ത് അനുവാദം നൽകി എന്നാരോപിച്ചുകൊണ്ട് 2 മത്സ്യവ്യാപാരികൾ വീണ്ടും റോഡ് വക്കിൽ മത്സ്യവുമായി വന്നിരുന്നു. എന്നാൽ കുന്നിക്കോട് അപ്പോൾ ചാർജ് ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ഇവരോട് ക്രൂരമായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കുന്നിക്കോട് മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം ചേർന്നു. യോഗത്തിന് ശേഷം ഈ യോഗത്തിൽ പങ്കെടുത്ത വിളക്കുടി കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ കാർപോർച്ചിൽ കിടന്ന ഇന്നോവ കാർ സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്തു. കഴിഞ്ഞ ഒരു വർഷത്തിനകം 12ഓളം ബൈക്കുകളും ഒരു ജീപ്പും കാരറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്വിഫ്റ്റ് കാറും അഗ്നിക്കിരയാക്കിയിട്ടും പ്രതികളെപ്പറ്റി സൂചനകൾ ലഭിച്ചിട്ടും ഇതുവരെയും ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാനോ ഈ കേസുകൾക്ക് തുമ്പുണ്ടാക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കുന്നിക്കോട് ഷാജഹാൻ പറഞ്ഞു. കുന്നിക്കോട് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കാരണം കുന്നിക്കോട് പ്രദേശത്ത് വളരെ പരമ്പരാഗതമായ ഒരു മാർക്കറ്റ് നിലനിൽക്കെ മത്സ്യവ്യാപാരം നടത്തുവാൻ കുന്നിക്കോട്ടെ നൂറുകണക്കിന് വരുന്ന മത്സ്യവ്യാപാരികൾക്ക് അനുവാദം കൊടുക്കാത്ത പഞ്ചായത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ സമരം ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി മത്സ്യവ്യാപാരികളെയും മറ്റാളുകളെയും വിളിച്ചുകൂട്ടി എല്ലാവർക്കും കച്ചവടം ചെയ്യുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും എന്നാൽ അതിലൊരു വിഭാഗത്തിന് മാത്രം അനധികൃതമായി മത്സ്യക്കച്ചവടം ചെയ്യുന്നതിനുള്ള യാതൊരു സൗകര്യമില്ലാത്ത കടയിൽ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ച് മറ്റ് മത്സ്യവ്യാപാരികൾ ഒരു 2 പെട്ടി മീനുമായി ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കുന്നിക്കോട് KMK ഹോസ്പിറ്റലിന് മുന്നിലുള്ള നേരത്തെ മത്സ്യവ്യാപാരം നടന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ആ മത്സ്യവ്യാപാരികളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ DYFIക്കാർ ആ മത്സ്യവ്യാപാരം തടയുവാനായി അവിടെ എത്തിച്ചേർന്നു. സംഘർഷാവസ്ഥ ഉണ്ടായപ്പോൾ കുന്നിക്കോട് പോലീസ് അവിടെ എത്തുകയും കുന്നിക്കോട് സബ് ഇൻസ്പെക്ടർ ആ മത്സ്യവ്യാപാരം നടത്തുന്ന ആളിന്റെ ത്രാസ് എടുത്തെറിയുകയും ആ മത്സ്യം നിറഞ്ഞിരുന്ന പെട്ടികളെടുത്ത് റോഡിലേക്ക് വലിച്ചെറിയുകയും ക്യാൻസർ പേഷ്യന്റായ അതേപോലെ തന്നെ മാസം 4 തവണ ഡയാലിസിസ് ചെയ്യുന്ന മത്സ്യവ്യാപാരിയുടെ നെഞ്ചത്താഞ്ഞടിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് മണ്ഡലം വൈസ് പ്രസിഡന്റും DCC മെമ്പറും കർഷക കോൺഗ്രസിന്റെ പ്രസിഡന്റും ഒക്കെയായ ഷാഹുൽ ഹമീദ് അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. 12 ബൈക്കുകൾ ഈ പരിസര പ്രദേശങ്ങളിൽ രാത്രി 10 മണിക്ക് ശേഷം കത്തിച്ചിട്ടുണ്ട്. ഒരു ജീപ്പ് കത്തിച്ചിട്ടുണ്ട്. കാരറ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ സ്വിഫ്റ്റ് വാഹനം കാറ് എറിഞ്ഞ് തകർത്ത പ്രതികളെ പിടിച്ചില്ല. കുന്നിക്കോട് ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ കിടന്നിരുന്ന ഇന്നോവ എന്ന് പറയുന്ന വാഹനം ഇന്നലെ രാത്രി ഈ സാമൂഹ്യ വിരുദ്ധന്മാർ ഇന്നലെ രാത്രി എറിഞ്ഞു തകർത്തു. അദ്ദേഹത്തിന്റെ വീടിന് കല്ലെറിഞ്ഞു. എങ്ങനെ ജീവിക്കാൻ പറ്റും ഈ നാട്ടിലെ സാധാരണക്കാർ? നാളെ കുന്നിക്കോട് മേഖലയിൽ പൂർണ്ണമായും ഹർത്താൽ ആചരിക്കുവാനും അതിനുശേഷം കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ സമരപരിപാടികൾ സ്വീകരിക്കുവാനും അതിനുശേഷവും നടപടി ഉണ്ടായില്ലെങ്കിൽ കുന്നിക്കോട് പോലീസ് സ്റ്റേഷന് മുന്നിൽ മരിക്കും വരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിരാഹാര സമരം നടത്തുകയും ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കാറ് തകർക്കുകയും വീടിന് കല്ലെറിയുകയും ചെയ്ത പ്രതികളെ കണ്ടെത്തുന്നതിന് പോലീസ് തയ്യാറാകാത്തതിലും മത്സ്യവ്യാപാരികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ട് ബുധനാഴ്ച കോൺഗ്രസ് വിളക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നിക്കോട് ഹർത്താൽ ആചരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വേണമെന്ന് ആവശ്യം ശക്തമാകുന്നു. ഇത് വാരാന്ത്യത്തിലൂടെ നമുക്ക് കാണാം. ആവണീശ്വരത്ത് റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. മീറ്റർ ഗേജ് ആയിരുന്ന റെയിൽപാത ബ്രോഡ് ഗേജിലേക്ക് മാറിയപ്പോൾ തന്നെ ആവണീശ്വരത്ത് റെയിൽവേ മേൽപ്പാലം വേണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ ഇതാരും ചെവികൊണ്ടില്ല. പുനലൂർ കൊല്ലം പാതയിൽ ട്രെയിൻ സർവീസുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ ദിവസം 15ഓളം പ്രാവശ്യമാണ് ഗേറ്റ് അടച്ചിടുന്നത്. ഓരോ പ്രാവശ്യം ഗേറ്റ് അടയുമ്പോഴും കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ഇത് കാൽനടയാത്രക്കാർക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ആവണീശ്വരത്ത് റെയിൽവേ മേൽപ്പാലം എന്നത്. കൊട്ടാരക്കരയിലേക്കും കൊല്ലത്തേക്കും രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ ഗേറ്റ് അടച്ചിടുന്നത് മൂലം ഏറെ പ്രയാസം അനുഭവിക്കുന്നു. സമീപത്തെ FCI ഗോഡൌണിൽ നിന്നും ലോഡുമായി വരുന്ന ലോറികൾ ഗേറ്റിൽ തട്ടി അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം കാഴ്ചയുമാണ്.
ചെങ്കോട്ടപ്പാത തുറന്നു നൽകുന്നതോടെ ഇതുവഴി അരമണിക്കൂർ ഇടവിട്ട് ട്രെയിൻ സർവീസുകൾ ഉണ്ടാകുമെന്നാണ് നിഗമനം. ഇതോടെ ലെവൽ ക്രോസ് കൂടുതൽ സമയം അടച്ചിടേണ്ടി വരും. നിലവിൽ ആവണീശ്വരത്തുള്ളത് പ്രതീക്ഷയുടെ മേൽപ്പാലം മാത്രമാണ്. തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകുകയാണ് ഈ പ്രവാസികൾ. മൗണ്ട് താബോർ ദേറായിൽ നടന്ന ഈ ചടങ്ങ് വാരാന്ത്യത്തിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവക അംഗങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ വെച്ച് നടത്തുന്ന കുടുംബസംഗമം ഈ വർഷം പത്തനാപുരം മൗണ്ട് താബോർ ദേറായിൽ നടത്തപ്പെട്ടു. പ്രവാസികൾ അധികവും കുടുംബസമേതം നാട്ടിൽ പോകുന്ന വേനൽ അവധിക്കാലം നോക്കിയാണ് ഈ സമയം തെരഞ്ഞെടുത്തത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ മുൻ ഇടവക അംഗങ്ങളും ഈ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. ഇടവകയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന സെന്റ് ജോർജ് ഹോംസ് ഭവനദാന പദ്ധതിയുടെ 4ാം ഘട്ടത്തിൽ ഈ വർഷം നിർമ്മിച്ചു നൽകുന്നത് 12 വീടുകളാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 3 വർഷം കൊണ്ട് 50 വീടുകൾ നിർമ്മിച്ചു നൽകിയുണ്ടായി. ഓരോ വീടുകളും അതത് വർഷം തന്നെ പൂർണ്ണമായി നിർമ്മിച്ചു നൽകുന്ന രീതിയാണ് അവലംബിച്ചു വരുന്നത്. ഈ വർഷം 25 ലക്ഷം രൂപ മുടക്കി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മലങ്കര സഭയിലെ ഇടവകയ്ക്ക് ഒരു ദേവാലയം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി കൂടി ആസൂത്രണം ചെയ്തു. കുടുംബ സംഗമത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ഭവനദാന പദ്ധതിയുടെയും ദേവാലയ നിർമ്മാണത്തിന്റെയും ആദ്യ ഗഡു അർഹരായവർക്ക് കൈമാറി. രാവിലെ 7 മണിക്ക് ദേറ ചാപ്പൽ നടന്ന വിശുദ്ധ കുർബാനയോടുകൂടി കുടുംബസംഗമം ആരംഭിച്ചു. 9 മണിവരെ രജിസ്ട്രേഷൻ, തുടർന്ന് കുടുംബസംഗമവും പൊതുസമ്മേളനവും. ഉച്ചയ്ക്കുള്ള സ്നേഹ വിരുന്നോടുകൂടി അവസാനിക്കുന്ന തരത്തിലായിരുന്നു പരിപാടികൾ ക്രമീകരിച്ചിരുന്നത്. കുടുംബ സംഗമത്തിൽ യാക്കൂബ് മാർ ഏലിയായസ്, തോമസ് മാർ അത്താന്യാസോസ്, സക്കറിയാസ് മാർ അന്തോണിയോസ്, ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയോസ്, ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മുതലായ മെത്രാപോലിത്തമാർ സംബന്ധിച്ചു. കേരള സംസ്ഥാന സർക്കാർ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IAS മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ മനോമണ്ഡലത്തിൽ 1000 സൂര്യന്മാർ ഉദിക്കും. മറ്റുള്ളവർക്കായി ഒരു പുഞ്ചിരി നാം സമ്മാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിത്യ നിർമ്മല പൗർണമി വിടരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന ഈ സത്കർമ്മത്തിന് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് 1000 മേനി പ്രതിഫലമായി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബുദാബി ഇടവകയിലെ മുൻ വികാരിമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. ഇടവക ട്രസ്റ്റി സ്റ്റീഫൻ മല്ലേൽ, ഇടവക സെക്രട്ടറി സന്തോഷ് പവിത്രമംഗലം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇതോടെ ചില വാരാന്ത്യം ഇവിടെ അവസാനിക്കുന്നു. കൊച്ചു കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ ചേട്ടന്മാരും ചേച്ചിമാരും എന്നെ എന്താ വിളിക്കാത്തത്? വാർത്ത വായിക്കാൻ താല്പര്യമുള്ള ചേച്ചിമാർ എന്നെ വിളിക്കണേ. വിളിക്കേണ്ട നമ്പർ 9447429778. നമ്പർ ഒരിക്കൽ കൂടി 9447429778. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.